ചേരുന്നുണ്ട്. ലാൽകൃഷ്ണൻ, ഇന്നലത്തെ സാഹചര്യമല്ല, ഇന്ന് അല്പം കൂടി കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നുണ്ട്. നിലയ്ക്കൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകളും പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങളും എങ്ങനെയാണ് ലാൽകൃഷ്ണൻ? റജിത്ത്, ഞാൻ എരുമേലിയിലാണ് നിലവിലുള്ളത്. നിലയ്ക്കലടക്കം, അതായത് പമ്പ തൊട്ട് എരുമേലി വരെയുള്ള ഭാഗങ്ങളിൽ നിലവിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു തിരക്ക് എന്നതിനപ്പുറം ഇന്നലെ ഉണ്ടായിരുന്ന പോലെ ഒരു അഭൂതമായ തിരക്കൊന്നും പ്രകടമായിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെ ഒരു സ്കൂൾ ടൈം, കോളേജ് ടൈം, ഓഫീസ് ടൈം എന്ന് പറയുന്ന സമയത്തുണ്ടായിരുന്ന ഒരു തിരക്ക് ഇപ്പോൾ അതേ സമയത്തുണ്ടാകുന്ന ഒരു തിരക്ക് എന്നത് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നെത്തുന്ന അയ്യപ്പന്മാരുടെ വലിയ ഒരു ഒഴുക്ക് ഇന്നത്തെ ദിവസം പ്രകടമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ സന്നിധാനത്തേക്ക് ആ തിരക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പമ്പയിൽ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് നിലവിൽ തീരുമാനം. പമ്പയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനോടൊപ്പം നിലയ്ക്കലിൽ നിന്ന് കടത്തിവിടുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും ഇതേ രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരും. അങ്ങനെ സന്നിധാനത്തേക്കുള്ള ഒരു ഒഴുക്കിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല, കൂടുതൽ സംവിധാനങ്ങൾ നിലയ്ക്കലടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് അത് ആശ്വാസകരമായിരിക്കും എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും പൊതുവിലുള്ള വിലയിരുത്തൽ. അങ്ങനെ മറ്റിടങ്ങളിലേക്ക്, താഴ്ന്ന ഇടങ്ങളിലേക്ക് തീർത്ഥാടകർ എത്തുന്ന മറ്റിടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി തിരക്കിനെ നിയന്ത്രിക്കുക എന്ന സജ്ജീകരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. എരുമേലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിലവിൽ വൺ ലൈൻ ട്രാഫിക്കിലൂടെ ഇത്തരം സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെങ്കിലും അത്തരം പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഈ തിരക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ശനി, ഞായർ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ തീർത്ഥാടകരുടെ എണ്ണം വളരെ കൂടുന്നതാണ്. ശനീശ്വരനാണ് അയ്യപ്പൻ എന്നൊരു ചിന്ത അല്ലെങ്കിൽ കൺസെപ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ തീർത്ഥാടകരെ ശനി ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ്. NDRFിൻ്റെ കൂടുതൽ സംഘം അവിടെ എത്തുന്നതോടുകൂടി അത്തരം കാര്യങ്ങളിൽ പോലീസിന് കുറെ കൂടി റിലാക്സേഷൻ കിട്ടുകയും കൂടുതൽ ഇടങ്ങളിലേക്ക് അവരെ വ്യാപിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പിൻ്റെ മറ്റൊരു വിങ് കൂടി ഉടനീളം ഗതാഗത സജ്ജീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ക്രമീകരണങ്ങളിലൂടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ആശ്വാസകരമായിരുന്നു. വലിയ തിരക്കുകളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും വലിയ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.